എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വിഷയം മുൻ വീഡിയോയുടെ തുടർച്ചയാണ്. നിലവിളക്ക് തെളിയിക്കുന്ന രീതിയെക്കുറിച്ചായിരുന്നു നാം മുമ്പ് ചെയ്തിരുന്നത്. അത് കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മുൻ വീഡിയോ നമുക്ക് കാണാം. ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് നിലവിളക്ക് എന്തായിട്ടാണ് സങ്കല്പിച്ചിട്ടുള്ളത്, എപ്പോൾ ദീപനാളം തെളിയിക്കണം, എത്ര ദീപനാളം നിലവിളക്കിൽ ഉണ്ടാകണം എന്നതിനെക്കുറിച്ചാണ്. അപ്പോൾ നമുക്ക് നോക്കാം. നിലവിളക്ക് ശരിക്കും പറഞ്ഞാൽ ഭഗവത് സ്വരൂപം തന്നെയാണ്. പല പണ്ഡിതന്മാരായ ആചാര്യന്മാർ നിലവിളക്കിനെ പലതരത്തിലും വർണ്ണിച്ചിട്ടുണ്ട്. അതിൽ ഒന്ന് നാം ഇവിടെ പറയുന്നത്, ഷഡാധാരങ്ങളോട് കൂടിയ ശിവലിംഗമാണ് നമ്മുടെ നിലവിളക്ക്. ഷഡാധാരം യോഗശാസ്ത്രപ്രകാരം പറയുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ സൂക്ഷ്മനാഡിയിലായി 6 ഊർജ കേന്ദ്രങ്ങളുണ്ട്. മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹതം, വിശുദ്ധി, ആജ്ഞ. ഈ 6 ഘടകങ്ങൾക്കും മുകളിലാണ് നാം ശിവക്ഷേത്രങ്ങളിൽ കാണുന്ന പീഠവും ശിവലിംഗവും. കേരളത്തിലെ പ്രധാന മഹാശിവക്ഷേത്രങ്ങളിലും ഷഡാധാര പ്രതിഷ്ഠയാണ്. വൈക്കം മഹാദേവ ക്ഷേത്രത്തിലെ ഷഡാധാര പ്രതിഷ്ഠയാണ്. അപ്പോൾ ഷഡാധാരം എന്ന് അറിയാൻ വേണ്ടി ചുരുക്കി പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിലവിളക്ക് ഷഡാധാരങ്ങളോട് കൂടിയ ശിവലിംഗമായാണ് നാം സങ്കല്പിച്ചു വന്നിട്ടുള്ളത്. അങ്ങനെ വരുമ്പോൾ നാം അറിയാതെ നിത്യവും ചെയ്യുന്നത് ശിവപൂജ തന്നെയാണ്. എത്ര മഹാഭാഗ്യമെന്ന് പറയാവൂ. നാം അറിയാതെ നമ്മെ കൊണ്ട് മഹത്തരമായ കാര്യമാണ് നമ്മുടെ പൂർവ്വ ആചാര്യന്മാർ ആചരിപ്പിച്ചത്. അവരുടെ ഈ ആചാരക്രമത്തെ എത്ര നന്ദി പറഞ്ഞാലും മതിവരില്ല. ലോക നന്മയ്ക്ക് വേണ്ടി ദീർഘവീക്ഷണത്തോടെ വരും തലമുറകൾക്ക് ഉപകാരപ്പെടാൻ നമ്മുടെ ഋഷീശ്വരന്മാർ അനുഷ്ഠിച്ചു വന്ന ഈ ആചാരം അറിയാതെയാണെങ്കിലും ആചരിച്ച് അനുഷ്ഠിക്കാൻ സാധിച്ചതിലും നാം എന്നും ഋഷീശ്വരന്മാരോട് കടപ്പെട്ടിരിക്കുന്നു. ഒരു കാര്യം, ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി താന്ത്രിക വിധി പ്രകാരം പറയുകയാണെങ്കിൽ നിലവിളക്കിനെ കുറിച്ച്, നിലവിളക്കിൻ്റെ ഏറ്റവും അടിയിലുള്ള ഭാഗം മൂലാധാരമായിട്ടാണ് നാം കണക്കാക്കുന്നത്. വിളക്കിൻ്റെ തണ്ട് സൂക്ഷ്മനാഡിയായും എണ്ണത്തട്ട് സഹസ്രാര പത്മമായും തെളിഞ്ഞു കത്തുന്ന ഓരോ ദീപനാളവും സഹസ്രാര പത്മത്തിൻ്റെ ഓരോ ഇതളുകളായും എണ്ണ തട്ടിൽ നടക്കുള്ള നാരായം അത് ശിവശക്തി സ്വരൂപമായും എണ്ണ അമൃതമായാണ് കരുതിപ്പോരുന്നത്. ഇങ്ങനെ മഹത്തരമായ ദീർഘവീക്ഷണത്തോടെയാണ് നമ്മുടെ ഋഷീശ്വരന്മാർ ചെയ്തു വരുന്നത്. നിലവിളക്കിൻ്റെ മുന്നിൽ ഇരുന്ന് നാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മനസ്സ് നിലവിളക്കുന്ന ആ പരാത്മാവിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. അപ്പോൾ നിലവിളക്കിൽ ഒരു പ്രക്രിയ നടക്കുന്നുണ്ട്. മൂലാധാര ചൈതന്യം സഹസ്രാര പത്മത്തിൽ ചെന്ന് എത്തുന്ന ഒരു പ്രക്രിയ. ആ പ്രക്രിയ നാം അറിയാതെ നമ്മുടെ ഉള്ളിലും ഈ സമയം ചെറിയ തോതിൽ നടക്കും. ഇത് നമുക്ക് ഒരു ദിവസം മുഴുവൻ ശാരീരികമായും മാനസികമായും പ്രവർത്തിക്കാനുള്ള ഊർജം പ്രദാനം ചെയ്യുന്നു. അതുകൊണ്ട് എല്ലാവരും രാവിലെ നിലവിളക്ക് കൊളുത്തി അല്പസമയം പ്രാർത്ഥിക്കുക. അത് നമുക്ക് ഒരു ദിവസം മുഴുവനും ഊർജം പ്രദാനം ചെയ്യും. ഇനി ദീപം തെളിയിക്കേണ്ടത് എപ്പോഴാണ് നോക്കാം. പ്രഭാത സന്ധ്യയിലും സായന്ത സന്ധ്യയിലാണ് നാം ദീപം കൊളുത്തുന്നത്. രാവിലെ ബ്രഹ്മാവിൻ്റെ മുഹൂർത്തമായ ബ്രഹ്മമുഹൂർത്തം ആരംഭിച്ച ശേഷവും വൈകുന്നേരം വിഷ്ണുവിൻ്റെ മുഹൂർത്തമായ ഗോധൂളി മുഹൂർത്തം ആരംഭിച്ചതിന് ശേഷമാണ് നിലവിളക്ക് കൊളുത്തേണ്ടത്. അതായത് സൂര്യോദയത്തിനും 3 മണിക്കൂർ മുമ്പ് ബ്രഹ്മമുഹൂർത്തം തുടങ്ങും. സൂര്യോദയത്തിനും ബ്രഹ്മമുഹൂർത്തത്തിനും ഇടയ്ക്കുള്ള സമയമാണ് ദീപം തെളിയിക്കേണ്ടത്. ഇനി പറയുകയാണെങ്കിൽ ഉദയത്തിന് ചുരുങ്ങിയത് അരമണിക്കൂർ മുമ്പെങ്കിലും കുളിയും ഭസ്മധാരോടവും നടത്തി ദീപം തെളിയിക്കണം. കുളിക്കാൻ സാധിക്കാത്തവരാണെങ്കിൽ കൈയും കാലും മുഴുവൻ കഴുകി ഭസ്മം ധരിച്ച് ദീപം കൊളുത്തുക. മൈഥുന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടവർ ഒരു കാരണവശാലും ഈ സമയം കുളിക്കാതെ ദീപം തെളിയിക്കരുത്. ഇനി നമുക്ക് സായം സന്ധ്യകളിൽ ദീപം തെളിയിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അസ്തമയത്തിന് അരമണിക്കൂർ മുമ്പ് ദീപം തെളിയിച്ചിരിക്കണം. ഇങ്ങനെ പറയാൻ കാരണമുണ്ട്.
അസ്തമയം തുടങ്ങിക്കഴിഞ്ഞാൽ വിഷരോഗാണുക്കളുടെയും ഇറങ്ങിവരവാണ്. സൂക്ഷ്മ സ്ഥലശക്തികളും നമ്മുടെ വീട്ടിൽ ഗൃഹാന്തരീക്ഷത്തിൽ സ്വൈരവിഹാരം നടത്തുന്ന സമയമാണ്. ജ്യേഷ്ഠാ ഭഗവതി അങ്ങനെ ദേവി നമ്മുടെ വീട്ടിൽ പ്രവേശിക്കും. അങ്ങനെ പ്രവേശിക്കുന്ന പക്ഷം നമ്മുടെ വീട്ടിലുള്ളവർക്ക് അസ്വസ്ഥതയും ക്ഷീണവും, കുട്ടികളിൽ രോഗവും ഭയവും ഉണ്ടാക്കും. കൂടാതെ ഭവനത്തിന്റെ ഐശ്വര്യം നഷ്ടപ്പെടാൻ ഇടയാകും. അതിനാൽ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ അസ്തമയത്തിന് അരമണിക്കൂർ മുന്നേ തന്നെ ദീപം തെളിയിച്ച് നാമജപം തുടങ്ങണം. എപ്പോഴാണ് ഉദയം അസ്തമയം എന്ന കാര്യം അറിയാൻ നമ്മുടെ കലണ്ടറിൽ നോക്കിയാലും പറ്റും. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ മൊബൈലിൽ നോക്കിയാൽ അതിന് കലണ്ടറിന്റെ ആപ്പുകൾ കിട്ടും. അതിൽ നോക്കിയാലും നമുക്ക് അറിയാൻ പറ്റും എപ്പോഴാണ് ഉദയം അസ്തമയവും. അപ്പോൾ ആ സമയം നോക്കി നമ്മൾ ദീപം തെളിയിക്കണം. ഇനി എത്ര ദീപനാളം നിലവിളക്കിൽ ഉണ്ടാകണം നോക്കാം. 2, 5, 7 ദീപനാളം നിലവിളക്കിൽ തെളിയിക്കാൻ മറക്കരുത്. സാധാരണയായി 2 ദീപനാളങ്ങളാണ് നാം വീട്ടിൽ തെളിയിക്കാറുള്ളത്. പക്ഷേ ഗൃഹത്തിൽ ശരിക്കും വേണ്ടത് ഭദ്രദീപം, അതായത് 5 ദീപനാളമുള്ള ദീപമാണ് തെളിയിക്കേണ്ടത്. അപ്പോൾ ഒരു സംശയം, 5 തിരികളിലെ എണ്ണത്തിലല്ല പ്രാധാന്യം, എത്ര ദീപനാളം ഉണ്ട് എന്നതിനാണ് കാര്യം. 2 ദീപനാളം എങ്ങനെ വരണം നോക്കാം. 2 തിരികൾ കൂട്ടിപ്പിണച്ച് കിഴക്കോട്ടും അതുപോലെ 2 തിരികൾ കൂട്ടിപ്പിണച്ച് പടിഞ്ഞാറോട്ടും ദീപനാളം വേണം. അതായത് 4 തിരികൾ കൂട്ടിപ്പിണച്ച് അതിൽ 2 തിരികൾ കിഴക്കോട്ട്, 2 തിരികൾ പടിഞ്ഞാറോട്ടും. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി 5 തിരി എങ്ങനെയാണെന്ന് പറയാം. പഞ്ചഭൂത പ്രതീകമാണ് 5 ദീപനാളത്തെ കരുതുന്നത്. ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി എന്നീ 5 ഭൂതങ്ങളെയാണ് പ്രതിനിധീകരിക്കുന്നത്. ഈ പ്രപഞ്ചത്തെ പ്രതിനിധീകരിക്കുന്നത് സാക്ഷാൽ പരാശക്തിയാണ്, പരബ്രഹ്മം. ആ പരാശക്തി തന്നെയാണ് 5 ദീപനാളമുള്ള നിലവിളക്ക്. ഒരു കാര്യം, 5 ദീപനാളം ഏതു ദിശയിൽ വരണമെന്ന് നമ്മൾ നോക്കണം. 4 ദീപനാളം 4 കോണിലേക്കും 1 ദീപനാളം നമ്മുടെ നേരേക്കും ഭക്തന്റെ നേരേക്കും ആണ് വേണ്ടത്. അതായത് ഈശാനകോൺ വടക്ക് കിഴക്ക്, അഗ്നികോൺ തെക്ക് കിഴക്ക്, നിരുത്യകോൺ തെക്ക് പടിഞ്ഞാറ്, വായുകോൺ വടക്ക് പടിഞ്ഞാറ്. ഇങ്ങനെയാണ് ഓരോ കോണിലും തിരിയിട്ട ശേഷം 5ാമത്തെ തിരി ഭക്തന് നേരെ ഇടുക. ഇങ്ങനെയാണ് ഗൃഹത്തിൽ നിലവിളക്ക് തെളിയിക്കേണ്ടത്. 7 ദീപനാളം സാധാരണ മംഗളകർമ്മങ്ങളിലാണ് ഉപയോഗിക്കുന്നത്. വിവാഹം പോലുള്ള മംഗളകർമ്മങ്ങൾക്കാണ് 7 തിരിയിട്ട് ദീപം തെളിയിക്കുന്നത്. ആ 7 ദീപനാളം വരേണ്ട ദിക്ക് കിഴക്ക് അഗ്നികോൺ, തെക്ക് നിരുത്യകോൺ, പടിഞ്ഞാറ് വടക്ക് ഈശാനകോൺ എന്നിവിടങ്ങളിലാണ് 7 ദീപനാളത്തിന്റെ സ്ഥാനം. ദീപനാളത്തിന്റെ ശാസ്ത്രീയതയെക്കുറിച്ച് നോക്കാം. മുൻ പറഞ്ഞതുപോലെ ദീപനാളം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ വീട്ടിൽ അനുകൂല ഊർജം ഉണ്ടാകുകയുള്ളൂ. നമ്മുടെ ഗൃഹത്തിൽ നിറഞ്ഞു നിൽക്കുന്ന സൂക്ഷ്മജീവികൾ, രോഗാണുക്കളെ, അതായത് നെഗറ്റീവ് ശക്തികളെ ജ്യേഷ്ഠ ഭഗവതി ഇവയെ ഇല്ലാതാക്കി ഈശ്വര ചൈതന്യം, അതായത് പോസിറ്റീവ് എനർജി നിറയണമെങ്കിൽ മുൻ പറഞ്ഞതുപോലെ ദീപനാളം തെളിയിക്കണം. നമ്മുടെ അന്തരീക്ഷത്തിലുള്ള നെഗറ്റീവ് ഊർജത്തെയും പോസിറ്റീവ് ഊർജത്തെയും കണ്ടെത്താൻ ഇന്നത്തെ ആധുനിക കാലത്ത് ഉപകരണങ്ങളൊക്കെ ഉണ്ട്. അതുപയോഗിച്ച് നമുക്ക് നെഗറ്റീവ് ഊർജവും പോസിറ്റീവ് ഊർജവും കണ്ടെത്താൻ സാധിക്കും. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ഗൃഹത്തിൽ 2 ദീപനാളം 5 ദീപനാളമാണ് തെളിയിക്കേണ്ടത്. അതെല്ലാവരും ശ്രദ്ധിച്ച് ഭക്തിയോടെയും ആത്മാർത്ഥമായും എന്നും ചെയ്യണം. അത് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുകയാണ്. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദിയും സ്നേഹവും രേഖപ്പെടുത്തുന്നു. അടുത്ത വീഡിയോ എണ്ണ ഏത് വേണം, നിലവിളക്ക് കത്തുമ്പോൾ എന്ത് സംഭവിക്കുന്നു, ദീപം തെളിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ്. എല്ലാവരും കാണണം. വീണ്ടും എല്ലാവർക്കും നന്ദിയും സ്നേഹവും രേഖപ്പെടുത്തുന്നു.